വിദ്യാഭ്യാസത്തെപ്പറ്റി പരാമർശിച്ചിരിക്കുന്ന വേദം? ഉത്തരം അഥർവവേദം. മലയാളം ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം ദ്രാവിഡം. ആര്യ സാഹിത്യത്തിൽ മുഖ്യമായവ എന്താണ്? ഉത്തരം പുരാണങ്ങൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ. പുരാണങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 18. വേദങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം 4. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 2 ഭാരതീയ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം രാമായണവും മഹാഭാരതവും. മാതൃഭൂമി ദിനപത്രത്തിൽ BM ഗഫൂർ വരച്ചു പോന്ന കാർട്ടൂൺ സ്ട്രിപ്പ് ഏതാണ്? ഉത്തരം കുഞ്ഞമ്മാൻ. കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പുസ്തക വർഷമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1972. ഓർത്താൽ വിസ്മയം എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം കലാമണ്ഡലം ഹൈദരാലി. നൊബേൽ സമ്മാനവും ഓസ്കാർ അവാർഡും നേടിയ ഏക വ്യക്തി? ഉത്തരം ബെർണാഡ് ഷാ. അമ്മയ്ക്കൊപ്പം വളർത്തിയിടും അച്ഛനൊപ്പം ഹിതം തരും വേളിക്കൊപ്പം സുഖിപ്പിക്കും വിദ്യാസർവർത്ത സാധകം. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം ഉള്ളൂർ. സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം ഭാസ്കരാചാര്യർ. ഇതോ വാർദ്ധക്യം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം സുഗതകുമാരി. മാണിക്യവീണ രചിച്ചത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അനുഭവങ്ങൾ, അഭിമതങ്ങൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം N കൃഷ്ണപിള്ള. നാടകക്കളരി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം G ശങ്കരപ്പിള്ള. കുന്താപ്പി ഗുലുഗുലു എന്ന നാടകം രചിച്ച തുപ്പേട്ടന്റെ യഥാർത്ഥ നാമം? ഉത്തരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി. തമിഴ് സാഹിത്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി? ഉത്തരം ചിത്തിരപ്പാവേ. യുദ്ധഭാഷണം എന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരുടെ ലേഖന സമാഹാരമാണ്. ആരാണ് അവർ? ഉത്തരം അരുന്ധതി റോയ്. ആൽക്കമിസ്റ്റിന്റെ രചയിതാവ്? ഉത്തരം പൗലോ കൊയ്ലോ. മുട്ടത്ത് വർക്കി അവാർഡ് നേടിയ മാവേലി മൺട്രം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം KJ ബേബി. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിർത്തി നിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. നവഗ്രഹ കൃതികൾ രചിച്ച സംഗീതജ്ഞൻ? ഉത്തരം മുത്തുസ്വാമി ദീക്ഷിതർ. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്ന വിജ്ഞാന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ബെന്നി കുര്യൻ. ദേവകി നിലയങ്ങോടിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. കണ്ടൽ കാടുകൾക്കിടയിലെ ജീവിതം എഴുതിയത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കൂടൻ. ഒരു പുളിമരത്തിന്റെ കഥ ആരുടെ നോവലാണ്? ഉത്തരം സുന്ദര രാമസ്വാമി. താരാശങ്കർ ബാനർജിയുടെ ബംഗാളി നോവലായ ആരോഗ്യ നികേതനം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? ഉത്തരം നിലീന എബ്രഹാം. AR രാജരാജവർമ്മയുടെ വിലാപത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം? ഉത്തരം പ്രരോദനം. 2019 ONV സ്മാരക പുരസ്കാരം വിന്നർ? ഉത്തരം T പത്മനാഭൻ. ശക്തിയുടെ കവി, ഗ്രാമീണ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി. ഉടലായം സിനിമ സംവിധായകൻ ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ ആവള. ഗോത്രവർഗക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഉടലായം. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം ദ സോൾ ഓഫ് ബട്ടർഫ്ലൈ. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 2007. സഫലമീ യാത്ര എന്ന കൃതി ആരുടേതാണ്?
ഉത്തരം NN കക്കാട്. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കൃതിയാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി ഏതാണ്? ഉത്തരം കല്യാണ സൗഗന്ധികം. മലയാളം അച്ചടിയുടെ പിതാവ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. ഉള്ളൂർ രചിച്ച നാടകം? ഉത്തരം അമ്പ. ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ്? ഉത്തരം ഉമാകേരളം. എഴുതിയപ്പോൾ കരഞ്ഞു പോയ കഥ എന്ന് MT പറയുന്ന കഥ എന്താണ്? ഉത്തരം നിന്റെ ഓർമ്മയ്ക്ക്. മാതൃസ്നേഹം വിഷയമാക്കിയ ഇടശ്ശേരിയുടെ കവിത? ഉത്തരം പൂതപ്പാട്ട്. പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യുന്ന ഇടശ്ശേരി കവിത? ഉത്തരം കുറ്റിപ്പുറം പാലം. കാഴ്ച വൈകല്യം ഉള്ളവർക്കായുള്ള മലയാളം ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ്? ഉത്തരം ബ്രെയിൻ മൊഴി. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്തായിരുന്നു? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 2004 ജൂൺ 19. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല എറണാകുളം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ലൈബ്രറി ഏതാണ്? ഉത്തരം അലക്സാണ്ട്രിയയിലെ ഗ്രേറ്റ് ലൈബ്രറി. ഉപ്പ് എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ONV കുറുപ്പ്. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം C ഗോവിന്ദ പിഷാരടി. തോപ്പിൽ ഫാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഭാസ്കരൻ പിള്ള. നാളികേരള പാകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഉള്ളൂർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം P കുഞ്ഞിരാമൻ നായർ. ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കേരള പാണിനീയം. ഒന്നൊന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചെരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം? ഉത്തരം ആത്മകഥ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ അന്ന് ആറ്റുനോറ്റിട്ടൊരു ഉണ്ണി പിറന്നു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര്? ഉത്തരം ജാസ്മിൻ ഡേയ്സ്. ചെമ്മീൻ എന്ന നോവലിനെ പശ്ചാത്തലമായ കടപ്പുറം? ഉത്തരം പുറക്കാട്. SR രംഗനാഥൻ എന്നാണ് ജനിച്ചത്? ഉത്തരം 1892 ഓഗസ്റ്റ് 12. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. ത്രിപുര സുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ധർമ്മരാജ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ നോവൽ? ഉത്തരം O ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്?
ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ആനന്ദ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം ചെറുതുരുത്തി, തൃശൂർ. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ.